ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. കോഴിക്കോട്, വയനാട് അങ്ങനെ ലക്ഷ്യം വെച്ച് പോവുകയാണ്. ചെറിയൊരു പ്ലാനില് ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള രീതിയിൽ ഒറ്റ മൈൻഡിൽ വിടുന്നത്. ആരല്ല പോകുന്നത്? ഞാന്, നിങ്ങൾ, ഉമ്മ, രണ്ടനിയത്തി, അനിയത്തിന്റെ കുഞ്ഞ്. ഓക്കെ. ഇപ്പൊ സമയം 6 മണി ആയിട്ടില്ല, 5:57. മുപ്പരേന്ന് ഇറങ്ങി അവരെല്ലാം കൂട്ടിയിട്ട് ഒറ്റവിടെ പുലർച്ചെ എല്ലാവരും നടക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങൽ കുറവ്, പക്ഷേ ഈ സമയത്ത് എല്ലാവരും നടക്കുന്നുണ്ട്. ഫാമിലിയും എല്ലാവരും. നല്ല എനർജിയുള്ള സമയമാണ് ഈ സമയം. അടിപൊളി, ബ്യൂട്ടിഫുൾ. ലൈറ്റെല്ലാം കറക്റ്റ് വരുന്നതേ ഉള്ളൂ ഗൈസ്. നമ്മൾ സാധാരണ എപ്പോഴും ലോങ് അടങ്ങി പോകുന്നുണ്ടെങ്കിൽ ഈ മുക്കാമിൽ കയറിയിട്ടാണ്. ഒരു കോട്ടിക്കുളം മുക്കാം. ഇവിടെ പോയിട്ടൊന്ന് പോയിരുന്നിട്ട് വരാം. ഇത്തിരി വൈബ് അടിപൊളിയാണ്. നല്ല രസമൊക്കെ കാണുന്നത്. ഒരു പോസിറ്റീവ് എനർജി. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള മക്കാമായതുകൊണ്ട് തന്നെ ഇവിടെ പോകുന്ന സമയത്തും ഇവിടെ വന്ന് ദ്വാ ചെയ്തിട്ടാണ് പോകാറ്. യാത്രയിൽ വരാൻ സാധ്യതയുള്ള പരീക്ഷണങ്ങളൊക്കെ മാറി നല്ല ഭംഗിയായ ഒരു യാത്ര സമ്മാനിക്കാൻ വേണ്ടി ദ്വാ ചെയ്ത് അവിടുന്ന് പുറത്തിറങ്ങി നേരെ ബാക്കിയുള്ള ആൾക്കാരെ പിക്ക് ചെയ്യാൻ വേണ്ടി ചട്ടഞ്ചാലിലേക്ക് വിട്ടു. നമ്മളെ കൂടെയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞത് ഇവളാണ്, ഹെൻസ ഹെറിൻ. ഇവളെ ആദ്യത്തെ യാത്രയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ചെറിയ ടെൻഷനെല്ലാം. ചെറിയ കുഞ്ഞായിട്ട് പോകുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, അത്. അങ്ങനെ എല്ലാവരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളങ്ങനെ കോഴിക്കോടേക്ക് വിടുകയാണ്. സെറ്റല്ലേ? ഏകദേശം 125 കിലോമീറ്റർ തുടർച്ചയായ യാത്രകൾക്ക് ശേഷം നമ്മൾ മാഹിയിലെത്തി. അവിടുന്ന് പിന്നെ ആസ് യൂഷ്വൽ ഫ്യൂവൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പിൽ കയറി. 35 ലിറ്റർ നമ്മൾ മാഹിക്കെത്തി. ഇവിടെ പെട്രോളിന് എന്തായാലും വില കുറവല്ലേ. നമ്മളവിടെ 106, ഇവിടെ 93. നല്ല വ്യത്യാസമുണ്ട്, 12 ചില്ലറ വ്യത്യാസമുണ്ട്. നമ്മൾ 35 ലിറ്റർ പറഞ്ഞു ഫുൾ ടാങ്ക് ആവും. എന്താ ഇതിൻ്റെ കപ്പാസിറ്റി തന്നെ ആകെയുള്ള 32 ലിറ്റർ. അപ്പോൾ നിങ്ങൾ പറ്റിക്കാൻ നമുക്ക്. ഞാൻ 35 ലിറ്റർ അടിക്കാൻ പറഞ്ഞു, അതിന് മുമ്പേ ഫുള്ളായിപ്പോൾ. രാവിലെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല നമ്മൾ നാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി ശ്രമിക്കുന്നത്. അത്തരത്തിലുള്ളൊരു ഫുഡ് കിട്ടും തോന്നുന്നൊരു ഹോട്ടൽ വണ്ടി സൈഡാക്കി. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ കയറിയിട്ടുണ്ട്. വാട്സപ്പിൽ എൻജോ ഹലോ ഗൈസ്, എൻസ അവിടെ മീത്തല്ലോ നോക്കുന്നത് പാർന്നാണിട്ട്. മീത്ത നോക്കറോ ഗൈസ്. സൂപ്പർ ബാത്റൂം ഉണ്ട്. മൂത്രയിക്കാനല്ല നല്ല പാവുണ്ടാവും. നല്ല ടോയ്ലറ്റ്, അടിപൊളി. അടിപൊളിയിൽ മൂത്രയിച്ചോട്ടോ. നല്ല പാവുണ്ട്. മീത്ത കാണിക്കണം. ഹലോ ഗൈസ്, കറിയെത്താനുള്ള ക്ഷമയില്ല. എൻസ അവിടെ തട്ട കടിക്കുന്ന ഗൈസ്. ഞാനും ഉമ്മാവും ഇച്ചാവും നൂൽപുട്ട്, ഒരാൾ പൊറോട്ട, ഒരാളുടെ ഫുഡ് ഗൈസ്. ഭയങ്കര കാര്യമായ സമരം.
അതുകൊണ്ട് ഇത്തരം കുതലമായ ചിന്താഗതികൾ മാറ്റിവെച്ചുകൊണ്ട് അരിയൂരിലെ ജനങ്ങൾക്ക് ഗുണകരമായ ജനങ്ങളോട് പറയുന്നത് സർക്കാർ നമ്മള് ഭക്ഷണമെല്ലാം കഴിച്ച് ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല അടിപൊളി ഫുഡ് നാടൻ ഫുഡ് കഴിച്ച് നേരെ കോഴിക്കോട്. ഗൈസ് നമ്മൾ ഏകദേശം കോഴിക്കോട് എത്താനായി. റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര സുഷ്പാലാണ്. നേരെല്ലായിട്ട് വന്ന് ആ വീഡിയോ എടുത്തിട്ടില്ലല്ലോ പറഞ്ഞെടുക്കാൻ. ഇപ്പൊ നമ്മൾ വീണ്ടും കോഴിക്കോടൊക്കെ ഇനി അരമണിക്കൂറുണ്ടതാണ്. വാവ് ഗായ്സ് നമ്മൾ അങ്ങനെ ലുലു മാൾ എത്തിയിരിക്കുന്നു. ലുലു മാൾ തുറന്നു. താങ്ക് യു സോ മച്ച്. നല്ല ചേലുണ്ട് കണ്ണാടി. പാപം അങ്ങോട്ട് ഒരു പോക്ക് പോടാന്ന് പറഞ്ഞു. നമ്മ ചെല്ലും. അങ്ങനെ നമ്മൾ ലുലുമാൾ. അതിന്റെ ലുലുമാളിന്റെ ബാക്കിൽ ഇതിപ്പോ തുടങ്ങിയ ഹൈലൈറ്റ് മാളെല്ലാം ലുലുമാളിൽ വന്നിട്ടാലിങ്ങോ ഇടിയിപ്പൊ നമ്മക്ക് ഏടെ വേണമെങ്കിൽ വണ്ടി വെക്കാം. ഏത് വണ്ടി വേണമെങ്കിൽ എടുത്തിട്ട് പോവാം. സിസ്റ്റം അങ്ങനെയാ. അതിന്റെ എല്ലാം ചാവി നമ്മളതിൽ പാടുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ലുലുമാളിൽ എങ്ങനെയുണ്ട് നമ്മളെ എൻട്രി? അടിപൊളിയില്ലേ? ഇല്ല നല്ല വാണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോ. നിന്റെ ഒരു ഫോട്ടോ ലിഫ്റ്റിൽ ഒരാൾക്കൊരുത്തല്ല നല്ല ഫുഡ്. ലുലുന്ന് നല്ല പൊതിച്ചോറുണ്ട്. പൊതിച്ചോറ് ഞാൻ തുറക്കുന്ന എടുക്കറോ? ഹലോ ഗായ്സ്, അയവ നല്ല പൊരിച്ചതും അടിപൊളി. അറിയില്ല ചോറിനെത്ര? ഒന്നും നടത്തില്ല. 5 3 പൊതിച്ചോറ് ഇത്ര ബാക്കിയുണ്ട്. ഇത് പിന്നെ കാര്യം അതേപോലെ ഒന്ന് ചിരിച്ച ഓടിക്കോ. ഗൈസ് നമ്മൾ ലുലു മാളെല്ലാം കറങ്ങിയിട്ട് ഇപ്പോൾ കോഴിക്കോട് ബീച്ച് കാണും. ഫുള്ള് പാർക്കിംഗ് ഫുള്ളായതുകൊണ്ട് നമ്മളൊരു ഉള്ളിലുള്ള ഒരു ഏരിയയിൽ കയറ്റിയിട്ട് ഇവിടെ വണ്ടി കയറ്റി വെച്ചു.
ഇതാണ് ഫ്രീഡം സ്ക്വയർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. ഇത് ഓരോരോ ആൾക്കാർ സാംസ്കാരിക പരിസരമാണെങ്കിലും ആ പരിപാലനത്തിൻ്റെ അന്നയാകുന്നതും ആ തെങ്ങിനുള്ളൊരു തേങ്ങാരോപണം വിസിറ്റാക്കുന്ന ഒരാളോട് കൊട്ടേഷൻ എടുക്കും. ഏയ് ഡിസംബർ എൻജു ഓർക്കുന്നുണ്ട് അല്ലേ? ഓർക്കുന്നില്ല. അതിനെന്തെല്ലാം ഉണ്ടാവും കുളിപ്പിച്ചെങ്കിൽ സമാധാനാട്ടിനെ. ഞങ്ങളങ്ങനെ മിഠായി തെരുവിലെത്തി ഗൈസ്. കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ഇല്ലെങ്കിലും മിഠായി തെരുവ് കാണാനും കുറച്ച് സമയം വിനപ്പോലെ അവിടെ വെറുതെ ഇരിക്കാനൊരു രസമാണ്. സാധനത്തിൻ്റെ റേറ്റെല്ലാം അന്വേഷിച്ച് ക്ഷീണിച്ചു പോയി. അങ്ങനെ ഒരു ജ്യൂസും കൂടി കുടിച്ചു. ഞാനുണ്ട് ജ്യൂസ് ഉണ്ട്. ഗൈസ്, നമ്മളിനി നേരെ പോകുന്നത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ്. അവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട.